എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ കൊടുമ്പുടിയിലെ വിസിബിൻ്റെ ഹെഡ് ഓഫീസിലെ ഒരു മീറ്റിങ്ങിന് പോയി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് മച്ചാൻസ് എന്ന് പറഞ്ഞ ബസ്സിന് ഞാൻ 8 വരെ ബസ്സിന് വന്നു. തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്. സ്റ്റാൻഡിൽ വന്നത് ഞാൻ വന്ന ബസ്സാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പാലായ്ക്കുള്ള ബസ്സിൽ കയറി നമ്മുടെ കൊല്ലപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറൊരു ബസ്സിന് എനിക്ക് പോകണം. അപ്പോൾ എൻ്റെ കൂടെ കുറേ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ബസ്സിലുണ്ട്. അപ്പോൾ പുതിയ സിൻഡിക്കേറ്റുമാരെ തിരഞ്ഞെടുത്തതിൻ്റെ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കൊടുമുടിയിൽ എത്താറായി. അപ്പം നമ്മുടെ സൂത്രക്കാരെന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ അത്. അതായത് അവരുടെ ആ കമ്പനി കാണിക്കുന്നത് മുഴുവൻ നമ്മുടെ ഹെഡ് ഓഫീസിനുള്ളിലാണ്. അപ്പം ഞാനത് വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ ആ സിനിമ കണ്ടവരൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ അങ്ങനെ ഹെഡ് ഓഫീസിലെത്തി അതിൻ്റെ അകത്തേക്ക് നടന്നു പോകുകയാണ് കേട്ടോ ആൾക്കാർ. ബസ് ഇറങ്ങിയിട്ടൊരു 2-3 മിനിറ്റ് കഷ്ടി നടക്കണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ വാട്ടർ ടാങ്കൊക്കെ അവിടെ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അവിടുത്തെ പ്രോഡക്റ്റുകളെ പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിസിബ് ഹോമിലയുടെ കാര്യം പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ എത്തി. അപ്പം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത്രയും നേരത്തെ പോകുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ക്യാൻറ്റീനിൽ കയറി നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറും കഴിച്ചു. ഇവിടുത്തെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉച്ചകൊണ്ട് കൂടെ നമുക്ക് ഈ സാമ്പാർ കിട്ടും കേട്ടോ. അപ്പോൾ രാവിലെ ചെറുകടിയും ചായയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒന്ന് കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇഡ്ഡലി കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മീറ്റിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ സെക്രട്ടറി തങ്കച്ച സാറാണ് ഇതിൻ്റെ സ്ഥാപകൻ. 30 വർഷമായി നമ്മൾ ഈ സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 10ാമത്തെ വർഷമാണ് കേട്ടോ. ഇപ്പോൾ പല മേഖലയിലും നമ്മൾ സിൻഡിക്കേറ്റായിട്ടും ചെയർപേഴ്സണായിട്ടും ഒക്കെ ഞാൻ അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നു. ഇത്രയും ആൾക്കാരാണ് കേട്ടോ വന്നിട്ടുള്ളത്. സാധാരണ അല്ലാത്ത മീറ്റിങ്ങിനൊക്കെ ഒരുപാട് ആൾക്കാർ സിൻഡിക്കേറ്റുമാർ ഒരുപാട് വർഷം കേട്ടിരുന്നു പോകും. ചേച്ചി സ്വാഗതം പറഞ്ഞതാണ്. അപ്പം ഇതിപ്പോൾ നമ്മുടെ ഉദ്ഘാടനമാണ് കേട്ടോ. അത് പഴയ ഇപ്പം നിലവിലുള്ള ചെയർപേഴ്സൺ, അതായത് അവിടുത്തെ ഹെഡ് ഓഫീസിലെ നമ്മുടെ മൊത്തത്തിലുള്ള ചെയർപേഴ്സണാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് നമ്മുടെ വൈസ് ചെയർപേഴ്സണാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്കി ചെറിയ ക്ലാസ്സും പിന്നെ വേറെ തിരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാവരെയും ഒന്ന് കാണിക്കാം കേട്ടോ. അത്യാവശ്യം ഹോള് നിറച്ച ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ടൂറൊക്കെ പോകാൻ പറ്റി. നമ്മുടെ കുമരകത്തേക്ക് ഒരു ടൂറൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കോർഡിനേറ്റേഴ്സ് ചേച്ചിമാരാണ് കേട്ടോ അവിടെ സൈഡിൽ നിൽക്കുന്നത് മുഴുവനും. അപ്പോൾ സാറ് വീണ്ടും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനിരുന്നു. ചോറ് ആയിരുന്നു. അപ്പം ചെറിയൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, വലിയ കാര്യമായിട്ട് എടുത്തില്ല. 2-3 വട്ടം കറിയൊക്കെ ആയിട്ട്. നോയമ്പൊക്കെയായതുകൊണ്ട് മീനും ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും നല്ല അടിപൊളി ഊണായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇനി വിസിബിൻ്റെ നമ്മുടെ ഏതാണ്ട് കുറച്ച് ഭാഗം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇതിനകമാണ് മൊത്തം കാണിക്കുന്നത് അവരുടെ കമ്പനിയായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഓഫീസൊക്കെയാണ് ഇവിടെ ഒരു ചെറിയൊരു സ്വീകരണം ഏരിയയൊക്കെയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകണം. ഇതിന് മുകളിലേക്ക് 2 നിലയുണ്ട്. സൈഡിലൊക്കെ നിറയെ പിക്ചേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ മീറ്റിംഗ് ഒക്കെ കൂടുന്ന സ്ഥലമാണ് കേട്ടോ. വലിയ കെട്ടിടമാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ ഒന്നുമില്ല. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ. ഞങ്ങൾക്ക് ക്യാമ്പൊക്കെ നടക്കുന്നുണ്ട്. ക്യാമ്പിനൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ ചേമ്പറൊക്കെ ഉണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് സ്റ്റേജ്. ഇവിടുത്തെ സ്റ്റേജ് വലിയ സ്റ്റേജാണ്. ഇവിടെ എത്ര ആൾക്കാർ വന്നാലും പ്രോഗ്രാം നടത്താൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലായിടും ഒന്ന് ചുറ്റി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് മീറ്റിങ്ങൊക്കെ ഉച്ച കഴിഞ്ഞത്തെ മീറ്റിംഗ് അധികം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് ചെറിയൊരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ ചെയർപേഴ്സൺമാരെ ഓരോ സോണിലെയും തിരഞ്ഞെടുക്കാനൊക്കെ ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.